ചില ആത്മീയ പ്രസ്ഥാനങ്ങളിൽ വൾഗറായ ലൈംഗിക പ്രാക്ടീസുകൾ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെയുള്ള പല ഈ നഗ്നമായി ജീവിക്കുക, എപ്പോൾ വേണമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കുക, വിവാഹം, കുടുംബം, ഇത്തരം കെട്ടുപാടുകളെല്ലാം നിഷേധിക്കുക, അത്തരം കമ്മ്യൂണുകളായിക്കൊണ്ട് ജീവിക്കുക, അങ്ങനെയുള്ള ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എന്നാൽ അപ്പോഴും മറ്റൊരു ഭാഗത്ത് ആത്മാവിനെ തങ്ങളാണ് അറിയുന്നത്, ആത്മാവിനെ തങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, ആത്മാവിന് മോക്ഷപ്രാപ്തി ഇതിലൂടെയാണ് ലഭിക്കുക എന്ന രീതിയിൽ ഇവയെ. അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, മതം, ആത്മീയത എന്നീ പദങ്ങൾ സാധാരണ പരസ്പര പൂരകങ്ങളായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ചരിത്രത്തിലുടനീളം മതങ്ങളെ തിരസ്കരിച്ചുകൊണ്ടുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളും നമ്മൾക്ക് കാണുവാൻ കഴിയും. അവയിൽ ചിലത് മതങ്ങളെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളായിരുന്നെങ്കിൽ, മറ്റു ചിലത് മതങ്ങളുടെ യഥാർത്ഥ ആത്മീയ മൂല്യം തങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നും, അല്ലെങ്കിൽ ദൈവത്തിലേക്കടുക്കുവാൻ ഏറ്റവും സമ്പൂർണമായ മാർഗം ഞങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് എന്ന രീതിയിൽ ഒരു മതത്തിൻ്റെ തന്നെ ഭാഗമായി നിന്നുകൊണ്ട് വാദിക്കുകയും ചെയ്തിട്ടുള്ളവർ. ഇങ്ങനെ മതത്തെ ഒരർത്ഥത്തിൽ അരുനിർത്തിക്കൊണ്ട് ആത്മീയ പ്രസ്ഥാനങ്ങളെന്ന നിലയിൽ വ്യാപകമായി ലോകത്ത് പല കാലഘട്ടങ്ങളിലും പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പൊതുവിൽ മതങ്ങളെന്നാൽ ചില പ്രത്യേക വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ ഇവയെല്ലാം ഒത്തുചേർന്നതാണ് എന്ന് നമുക്കറിയാം. ഓരോ മതവും കൊണ്ടു നടക്കുന്ന മൂല്യസങ്കല്പങ്ങളുണ്ടാകാം, അന്ധവിശ്വാസങ്ങൾ പോലും ഉണ്ടാകാം. തീർച്ചയായും പരമ്പരാഗതമായി അനുവർത്തിച്ചു വരുന്നതാണ് ലോകത്തെ മിക്കവാറും മതങ്ങളെല്ലാം. എന്നാൽ സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ചില പ്രമാണങ്ങളുടെ കെട്ടുബലമുണ്ടായിരിക്കാം. പൂർണ്ണമായും പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടോ അവയെ മാത്രം മുൻനിർത്തിക്കൊണ്ടോ മതവിശ്വാസികളായി ജീവിക്കാതിരിക്കുമ്പോൾ തന്നെയും ഏതാണ് വേദഗ്രന്ഥം എന്ന് ചോദിക്കുമ്പോൾ ഒരു മതഗ്രന്ഥത്തെ അവർ ചൂണ്ടിക്കാണിക്കും. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായും വിശുദ്ധ ഖുർആനിനെയും അതിൻ്റെ വ്യാഖ്യാനമായി ജീവിച്ച, പഠിപ്പിച്ചു തന്ന പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിൻപറ്റുന്നവരാണ് മുസ്ലിങ്ങളെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഇസ്ലാമിൽ പോലും നമ്മൾക്കറിയാം ധാരാളമായി ഇത്തരത്തിലുള്ള ആത്മീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരികയും പല കാലഘട്ടങ്ങളും അവ ഇസ്ലാമിന് വലിയ ശത്രുക്കളെന്ന പോലെ തന്നെ സാധാരണയുള്ള വിശ്വാസികളോട് പെരുമാറുകയുമെല്ലാം ചെയ്ത ചരിത്ര കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം സൂഫി പ്രസ്ഥാനങ്ങൾ പലപ്പോഴും വാദിച്ചു കൊണ്ടിരുന്നത് അവർക്ക് ഉന്നതമായ ആത്മീയ ജ്ഞാനമുണ്ട്, ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള വെളിപാടുകൾ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർ കണ്ടെത്തിയ ചില മാർഗങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ, ചില കർമ്മങ്ങൾ ഇതെല്ലാം മതമെന്ന നിലയിൽ ഇസ്ലാം കൊണ്ടു നടക്കുന്നവയേക്കാൾ കൂടുതൽ ഔന്നത്യമുള്ളതാണ്, ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ദൈവത്തെ പ്രാപിക്കുവാൻ, ദൈവത്തിൽ അലിഞ്ഞു തീരുവാൻ, ദൈവത്തിൻ്റെ ഭാഗമാകുവാൻ കഴിയുമെന്നൊക്കെ രീതിയിലുള്ള വാദങ്ങളാണ് സൂഫിയാക്കളൊക്കെ പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിലൊരു സൂഫി മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ആധുനികവും പൗരാണികവുമായി ഇത്തരത്തിൽ ധാരാളം പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസ സമൂഹങ്ങൾ വന്നുപോയിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ തന്നെ ഭക്തിപ്രസ്ഥാനങ്ങൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ അവർ പൂർണ്ണമായും ഹൈന്ദവ മതത്തെയോ അന്നുണ്ടായിരുന്ന ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവരായിരുന്നു. ആധുനിക കാലത്തേക്ക് വന്നാൽ നമുക്കറിയാം അമേരിക്കയിൽ പോലും പുരോഗതിയുടെ ഉത്തുംഗതയിലെത്തി നിൽക്കുന്ന സമയത്താണ് അവിടെ ഇത്തരത്തിലുള്ള പല കൾട്ടുകളും രൂപപ്പെടുന്നത്. NRMs എന്ന് പറയുന്ന ന്യൂ റിലീജിയസ് മൂവ്മെൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. UFO റിലീജിയൻസ് എന്ന് പറയുന്നവ എന്ന് വെച്ചാൽ അവർ ഈ ഏലിയൻസിനെയൊക്കെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ദൈവസങ്കല്പം, ഹെവൻസ് ഗേറ്റ്, സ്വർഗ കവാടത്തിലേക്കുള്ള മാർഗം കാണിച്ചു തരാമെന്നുള്ള രീതിയിലുള്ള
വാദങ്ങൾ. ഇതുപോലെ തന്നെ രക്ഷകവാദവുമായി മുന്നോട്ട് വന്ന തങ്ങൾ പ്രവാചകന്മാരാണ് അല്ലെങ്കിൽ രക്ഷകന്മാരാണ് എന്ന് വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ജിം ജോൺസിനെ പോലെ, ഡേവിഡ് കൊറേഷിനെ പോലെയുള്ള ആളുകളുടെ പ്രസ്ഥാനങ്ങൾ, കരിസ്മാറ്റിക് റിലിജിയൻ അല്ലെങ്കിൽ കരിസ്മാറ്റിക് ക്രിസ്ത്യാനിറ്റി എന്ന പേരിൽ അമേരിക്കയിലും മറ്റുമൊക്കെ രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ, സൈൻറ്റോളജി പ്രസ്ഥാനങ്ങൾ, അങ്ങനെ ആധുനിക കാലത്തു തന്നെയും ക്രിസ്തു മതത്തിൻ്റെ ആ ചട്ടക്കൂടുകളെ ഭേദിച്ചുകൊണ്ട് കൂടുതൽ വലിയ, കൂടുതൽ ഉന്നതമായ ആത്മീയ മൂല്യങ്ങളുള്ളതാണ് എന്ന് വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭാരതീയ ആത്മീയതയെ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിലെ ജനങ്ങൾ വലിയ തോതിൽ അതിൽ ആകൃഷ്ടരാവുകയും അങ്ങനെ ഇന്ത്യയിലെ ഈ വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രാക്ടീസസ്, അത്തരം പ്രാക്ടീസസിനെയെല്ലാം പഠിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ആ രീതിയിൽ ഉള്ള ചില പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാഡം ബ്ലാവസ്കിയെ പോലുള്ള അയർലൻഡിൽ ജീവിച്ചിരുന്ന അവരൊക്കെ ഇന്ത്യയുടെ മാജിക് പ്രാക്ടീസസിനെ ആ രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നവരാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ഇത്തരത്തിലുള്ള മതരഹിതമായ ആത്മീയ പ്രസ്ഥാനങ്ങൾ. ഇവയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇവരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ആത്മീയതയുടെ പേരിലുള്ള വലിയ കച്ചവട പ്രസ്ഥാനങ്ങളായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ ചൂഷക സംഘങ്ങളായി പരിണമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഒന്നുകിൽ അവർ ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയുള്ള ഉപാധിയായി ഇത്തരം ആത്മീയതയെ കൊണ്ടു നടന്നവരായിരുന്നു. സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ഈ മാർഗങ്ങളെ അവലംബമാക്കിയവരായിരുന്നു. ഈ ചിലതായിട്ട് വിവിധ മതങ്ങളുടെ സങ്കേതങ്ങളെ, ആശയങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് കെട്ടുപിണഞ്ഞ രീതിയിലുള്ള കൂടുതൽ ആകർഷകമെന്ന് തോന്നാവുന്ന രൂപത്തിലുള്ള മതസങ്കല്പങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ചിലതാകട്ടെ വളരെ ഓപ്പണായിക്കൊണ്ട് തന്നെ ലഹരിയെ മഹത്വവൽക്കരിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഞ്ചാവ് തൊട്ട് ഈ സൈക്കഡലിക്കായിട്ടുള്ള സ്പിരിച്വൽ ക്വസ്റ്റിനെ വരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം ആത്മീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ആത്മീയ പ്രസ്ഥാനങ്ങളിൽ വൾഗറായ ലൈംഗിക പ്രാക്ടീസുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒക്കെയുള്ള പല ഈ നഗ്നമായി ജീവിക്കുക, എപ്പോൾ വേണമെങ്കിലും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കുക, വിവാഹം, കുടുംബം, ഇത്തരം കെട്ടുപാടുകളെയെല്ലാം നിഷേധിക്കുക, അത്തരം കമ്മ്യൂണുകളായിക്കൊണ്ട് ജീവിക്കുക, അങ്ങനെയുള്ള ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എന്നാൽ അപ്പോഴും മറ്റൊരു ഭാഗത്ത് ആത്മാവിനെ തങ്ങളാണ് അറിയുന്നത്, ആത്മാവിനെ നിങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, ആത്മാവിന് മോക്ഷപ്രാപ്തി ഇതിലൂടെയാണ് ലഭിക്കുക എന്ന രീതിയിൽ ഇവയെ ഒരാത്മീയ പ്രസ്ഥാനങ്ങളായി തന്നെ അവതരിപ്പിക്കാനും ശ്രമിക്കാറുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിൽ ജീവിച്ച ഒരുപക്ഷെ ഉദാര ലൈംഗികതയുടെ ഏറ്റവും വലിയ വക്താവായിരുന്ന, അതിൻ്റെ അപ്പോസ്തലനായിരുന്ന, അതിനെ ലോകത്തുടനീളം ഒരു വലിയ കൾട്ടായി തന്നെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയായിരുന്നു ആചാര്യ രജനീഷ്. അദ്ദേഹവും ആത്മീയതയെക്കുറിച്ചും ആത്മീയ ഗുരു എന്ന നിലയിൽ തന്നെയാണ് മാസ്റ്റർ ഈസ് എ മിറർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ മിററിലേക്ക് നോക്കി വേണം ആത്മീയതയെ മനസ്സിലാക്കാൻ. അത്തരം ചില വാദമുഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ആശ്രമത്തിലെത്തിപ്പെടുന്ന എല്ലാ സ്ത്രീകളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം നേടിയെടുക്കുകയാണ് ചെയ്തത്. നമ്മൾക്കറിയാം, ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ മാത്രമല്ല ഇവരുള്ളത്. മുസ്ലിങ്ങൾക്കിടയിലാണെങ്കിലും ഹിന്ദുക്കൾക്കിടയിലുള്ള ആത്മീയ ഗുരുക്കളാണെങ്കിലും മുസ്ലിങ്ങൾക്കിടയിലുള്ള ഔലിയാക്കൾ, സൂഫിയാക്കൾ, പല ത്വരീക്കത്തുകളുടെയും ആളുകൾ, ഇതുപോലെ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ ആളുകൾ, ഇവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആത്മീയതയുടെ ഒരു മറുതലം കാണിച്ചുകൊണ്ട് മതത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുകയും എന്നാൽ തങ്ങളുടേതായ ഇച്ഛാനിഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാവുന്ന വിധത്തിൽ ആളുകൾക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ പകർന്നു നൽകുകയുമാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇതിനുവേണ്ടി ആദ്യം വിശ്വാസമാർജിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള മാജിക് പ്രാക്ടീസസോ അല്ലെങ്കിൽ പൈശാചിക സഹായങ്ങൾ വരെ അവർ തേടുകയും
ആ ഒരു വിശ്വാസം ആർജിച്ചതിന് ശേഷം തങ്ങളുടെ ഇച്ഛാനുസൃഷ്ടമായി പ്രവർത്തിക്കുന്ന ഒരടിമ സമൂഹത്തെ, ഒരടിമ സംഘത്തെ ഉണ്ടാക്കിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തുടനീളം എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള മതരഹിത ആത്മീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയെ ചേർത്ത് വച്ച് നോക്കിയാൽ, ഒന്നിച്ചു പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവ മതം പലപ്പോഴും കൊണ്ടു നടക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ചട്ടക്കൂടിനെ നിരാകരിക്കുവാനും തങ്ങളുടെ ഇച്ഛാനുസരണം ജീവിക്കുവാനും തങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അത് ഇത്തരമൊരു ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ ലേബലിൽ, മറവിൽ സ്വകാര്യമായി ആസ്വദിക്കുവാനും നേടിയെടുക്കുവാനും വേണ്ടി ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനങ്ങളായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അല്പം ബുദ്ധിയുള്ള ഏതൊരാൾക്കും വേഗത്തിൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് മതങ്ങളെ നിരാകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മതങ്ങളുടെ ഏറ്റവും മഹത്തായ മൂല്യമെന്ന നിലയിൽ അതിനകത്തുള്ള കർമ്മങ്ങളെ നിരാകരിച്ചുകൊണ്ട്, അതിനകത്തെ ദൈവീകമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മറ്റെല്ലാ കാര്യങ്ങളെയും നിരാകരിച്ചുകൊണ്ട് കേവലം ആത്മീയതയുടെ മറ സ്വീകരിച്ച്, അല്ലെങ്കിൽ കേവലം ആത്മീയതയെ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് വരുന്ന പ്രസ്ഥാനങ്ങൾ, അത്തരം പ്രസ്ഥാനങ്ങളുടെ എല്ലാം തന്നെ ആകത്തുക എന്ന് പറയുന്നത് മതങ്ങളെ, ദൈവത്തെ അറിയുവാൻ ദൈവം തന്നെ പഠിപ്പിച്ച മതത്തിൻ്റെ ചട്ടക്കൂടിനെ തകർത്ത്, അല്ലെങ്കിൽ അത് നിർബന്ധമെന്ന് പറയുന്ന കർമ്മങ്ങളെ, വിശ്വാസങ്ങളെ, ആശയങ്ങളെ, ആചാരങ്ങളെ അതിനെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് കേവലം മനുഷ്യൻ്റെ തൃപ്തിക്ക്, താല്പര്യങ്ങൾക്ക് അനുസൃതമായ അതിൻ്റെ നേതാക്കളുടെ നേട്ടങ്ങൾക്ക് മാത്രം ഗുണകരമാകുന്ന രൂപത്തിലുള്ള ചില സംഘങ്ങളായി, പ്രസ്ഥാനങ്ങളായി അവ മാറുന്നു എന്നുള്ളതാണ്. ഇതിന് ആധുനികവും പൗരാണികവുമായ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നമ്മൾ ഒരിക്കലും തന്നെ ഇത്തരത്തിൽ മതങ്ങൾ നിരാകരിച്ചുകൊണ്ടുള്ള ഒരാത്മീയ പ്രസ്ഥാനത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ ത്വരീഖത്തുകളും സൂഫി ദർശനങ്ങളുമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും മതങ്ങളുടെ വളരെ നിർണായകമായ, വളരെ സുപ്രധാനമായ പലതിനെയും തിരസ്കരിക്കുന്നത് കാണാൻ പറ്റും. നമസ്കാരം ആവശ്യമില്ലാത്ത ഷെയ്ഖുകൾ, മദ്യപിക്കാവുന്ന ഷെയ്ഖുകൾ, ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഇത്തരത്തിലുള്ള മതരഹിതമായ ഒരാത്മീയതയുടെ ഉൽപ്പന്നമാണ് ഇവ എന്നുള്ളതാണ്. അത്തരം പ്രസ്ഥാനങ്ങളെ സൂക്ഷിക്കുക, വഞ്ചിക്കപ്പെടാതിരിക്കുക. അവ കാപഢ്യവും കച്ചവടത്തിന് വേണ്ടിയുള്ള വളരെ സമർത്ഥമായ ശ്രമവുമാണ് എന്നറിയുക. നമ്മളെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.